വൈദികന്റെ ഭാര്യയെ കയറി പിടിച്ച മെത്രാൻ, സിനഡ് സെക്രട്ടറി, ഇവനാണ് അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ. സഭയിലെ മെത്രാന്മാരുടെയും പാതിരിമാരുടെയും കന്നന്തിരിവുകൾ കൊണ്ട് നാണം കെട്ട് ഓർത്തഡോക്സ് സഭ നാളെ എപ്പിസ്കോപ്പൽ സിനഡ് ചേരുകയാണ്. എപ്പിസ്കോപ്പൽ സിനഡ് എന്നൊക്കെ കേട്ടാൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. എന്നാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അലവലാദികളുടെ വട്ടമേശ സമ്മേളനം എന്ന് ചുരുക്കി പറയാം. പുതുതായി എടുത്ത മെത്രാന്മാരിൽ 2 പേരൊഴികെ ബാക്കിയെല്ലാം ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന ഇനങ്ങളാണ്. ഇവന്മാരെല്ലാം അലവലാദികളായതുകൊണ്ടാണ് പാതിരികൾ അതിനേക്കാൾ പോക്രികളായത്. മത്യൂസ് വാഴക്കുന്നം പാതിരി അദ്ദേഹത്തിൻ്റെ മെത്രാനെ പോടാ ഡാഷ്മോനെ എന്ന് വിളിക്കുന്നത് നാം കേട്ടതാണ്. അരമനയിൽ സ്ത്രീകളെ കൊണ്ട് താമസിപ്പിച്ച് സസ്പെൻഷനിലായവൻ, അരമനയിൽ ഗോവൻ കോൾ ഗേൾസിനെ കൊണ്ട് താമസിപ്പിച്ച മെത്രാൻ, കുശിനിക്കാരിക്ക് ഗർഭചിത്രം നടത്തിയവൻ, സഹോദരൻ്റെ ഭാര്യയെ പ്രാപിച്ച് ഇത് കണ്ട് സഹോദരൻ നാടുവിട്ടവൻ, രഹസ്യഭാര്യയും മക്കളുമുള്ളവൻ, ബ്ലൂ ഫിലിം എയർപോർട്ടിൽ പിടിക്കപ്പെട്ടവൻ, കൊലക്കേസ് പ്രതികൾ, വസ്തുതട്ടിപ്പ് നടത്തിയവർ, പുരുഷകാമികൾ, അമേരിക്കയിൽ പീഡനം നടത്തി നാട് കടത്തപ്പെട്ടവൻ എന്നു വേണ്ട അമ്മയെയും മകളെയും ഒരുപോലെ കൊണ്ടു നടക്കുന്നവൻ. അങ്ങനെ പോകുന്നു പരിശുദ്ധ എപ്പി കോപ്പന്മാരുടെ വികൃതികൾ. ഇവന്മാരാണ് നാളെ കൂടിയിരുന്ന് ചെറുതായി ഡാഷ്മോനെ എന്ന് വിളിച്ച പാതിരിക്കെതിരെയും BJPയിൽ പ്രവേശിച്ച പാതിരിക്കെതിരെയും കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്ക് കൂടിയ പാതിരിക്കെതിരെയും നടപടിയെടുക്കാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു പാതിരിക്കെതിരെ ഈ ആഭാസന്മാരായ സിനഡംഗങ്ങൾ നടപടിയെടുത്താൽ പിന്നെ ഓർത്തഡോക്സ് സഭയിലെ ഒരൊറ്റ മെത്രാന്മാരും പുറത്തിറങ്ങില്ല. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയാം. ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസന ബിഷപ്പും സിനഡ് സെക്രട്ടറിയുമാണ് യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്. ഈ മെത്രാനെയാണ് ഫാദർ വാഴക്കുന്നത്തിൻ്റെ തെരുവിളി, ഷൈജു പാതിരിയുടെ പെണ്ണുകേസ് എന്നിവ അന്വേഷിക്കുവാനുള്ള അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷ പദവി നൽകിയിരിക്കുന്നത്. ഇനി ഓർത്തഡോക്സ് സഭയുടെ സിനഡ് സെക്രട്ടറിയായ ഈ ക്രിസോസ്റ്റമോസ് എങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരെ തേടി റോഡ് വക്കിലും ലോഡ്ജുകളിലും നടക്കുന്ന പുരുഷകാമിയായ തോമസ് ജോസഫ് എന്ന സജീക്കത്തനാരെ ഈ വിഷയത്തിൽ ഞങ്ങൾ കയ്യോടെ പിടികൂടിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ മെത്രാനും പുരുഷകാമി ആണെന്നാണ്. ആ പാതിരിയുടെ വെളിപ്പെടുത്തൽ 2023 ഏപ്രിൽ 8-ാം തീയതി ഞങ്ങൾ നൽകിയിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗം നമുക്ക് ഒന്നുകൂടെ കാണാം. ചെങ്ങന്നൂർ നിരണം ഭദ്രാസനങ്ങളിലെ സുവർഗഭോഗികളായ കത്തനാർമാരുടെയും മെത്രാന്മാരുടെയും ഒരു കൂട്ടായ്മ തന്നെയുണ്ട് എന്നാണ് ആ വൈദികൻ ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അവർ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ ആ വിവരം തൽക്കാലം പുറത്തുവിടുന്നില്ല. അതുപോലെ നിരണം ബിഷപ്പും സിനഡ് സെക്രട്ടറിയുമായ ക്രിസോസ്റ്റമോസ് അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ്റെ ഭാര്യയെ കയറി പിടിച്ചു എന്ന വിവരം ഞങ്ങളോട് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, മുതിർന്ന വൈദികനായ വരിഞ്ഞിവിള കത്തനാരാണ്. വൈദികൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസം നടത്തിയ മെത്രാന് അരമനയിലെത്തി ഗിഫ്റ്റ് നൽകുവാൻ പോയപ്പോൾ വൈദികൻ പുറത്തിറങ്ങിയപ്പോൾ ഭാര്യയെ കയറി പിടിച്ചു എന്നും ആ വൈദികൻ പൗലോസുദ്ദീൻ കാതോലിക്ക ബാവയ്ക്ക് രേഖാമൂലം പരാതി കൊടുത്തുവെന്നും അതിൻ്റെ ഒരു കോപ്പി തൻ്റെ കയ്യിലുണ്ടെന്നും വരിഞ്ഞിവിള ഞങ്ങളോട് വെളിപ്പെടുത്തി. ഈ വിവരം വൈദികൻ പുറത്തു പറയുമെന്ന് ഭയന്ന് അതിനു മുമ്പ് ഇന്ന് വരിഞ്ഞിവിള കത്തനാർ മറ്റു പള്ളികളിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി മത്തായി 3-ാമൻ കൽപ്പനയിറക്കി. ഇതുപോലെ നിരവധി തിരകടകൾ ക്രിസോസ്റ്റമോസ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മെത്രാൻ പെടാപ്പാട് വിടും. വരിഞ്ഞിവിള കത്തനാരുടെ ആ വെളിപ്പെടുത്തൽ കേൾക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പം ആ അച്ഛന് ഫോൺ വന്ന് പുറത്തോട്ട് പോയി. അച്ഛനൊരു സ്കൂളിന്റെ ചുമതലയൊക്കെ വന്ന അച്ഛനായിട്ട് ആ അച്ഛന്റെ കൊച്ചമ്മ കയറി പിടിച്ച് വലിയ പ്രശ്നം ഉണ്ടായി. അവസാനം അച്ഛന്റെ കൊച്ചമ്മയുടെ അപ്പം ചെന്ന് പരാതി പറഞ്ഞിട്ട് ഈ റിയസ്കോറും ഇതല്ല ഇതൊരു പൗരസ് ചെയ്യുന്ന ഒരു കാലത്തുള്ള സംഭവമാണ്. ഇതുവരെ ഒരു നടപടി പോലും എടുക്കാതെ ഇവര് പൊതുവെ. പക്ഷേ ഈ കൊച്ചമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, വളരെ റെസ്പെക്ടഡ് പേഴ്സൺ ആണ്. എന്റെ ആ പരാതികളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാനും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങിയത് അതെല്ലാം ഇപ്പൊ പൊങ്ങും. അച്ഛൻ നിയമപരമായിട്ട് ഇപ്പൊ ഫ്രാങ്കോയെ അകത്താക്കിയതിൽ ഇങ്ങനെ 2 മാസം കാത്താക്കും. ഇപ്പൊ വേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിസോസ്റ്റമോസ് ഈ അച്ഛന്മാരുമായിട്ട് സ്വവർഗമുള്ളതിന്റെ ആളുകൾ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതും എല്ലാം നിങ്ങൾ ഒരു വിധത്തിലായിരുന്നല്ലോ. അത് ഒന്നൂറൊന്ന് വിട് പുറത്ത്, അതൊന്ന് കേൾക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ. എന്റെ പൊന്നു, എന്റെ എഴുത്തുകളൊക്കെ നിങ്ങൾക്കറിയാം.
പുരോഹിതന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് പണ്ട് മുതലേ ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ സഭയെ ശുശ്രൂഷിക്കാൻ അറിയാൻ നിങ്ങൾ 6 വർഷം മുമ്പ് രാജകുന്നത്തിന്റെ പേരിൽ ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ഗതികേട് സഭയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ പുറത്തു വെച്ച ഒരു വാർത്ത ജന്മയാണ് ഈ അച്ഛന്മാർക്കുള്ള സ്വവർഗം. ഇത് പുറത്തു കൊണ്ടുവരും. അതൊന്നുകൂടെ റീസംപ്രേഷണം ചെയ്യുക. ഇവന്റെ 12ാം തീയതി സീനോട് തന്നെ തീർക്കും. സംഭവം വളരെ ഗൗരവകരമായ ഒരു കാര്യം. ഇയാള് ഈ ഇത് ഏത് വർഷമായിരുന്നു ഇയാൾ ഈ മറ്റേ അച്ഛന്റെ ഭാര്യയെ കയറി പിടിച്ചത്? 4-5 വർഷം വരും, 6 വർഷം വരും. പുള്ളി ഇത് പരാതി സഭാധ്യക്ഷന് പരാതി കൊടുത്തായിരുന്നോ? VS കോറോസിന് പരാതി കൊടുത്തു. പക്ഷെ എന്തിലും ഈ ഭാര്യയും കൊണ്ട് എന്തിനാ ഈ മെത്രാന്റെ അടുത്ത് ഈ വൈദികൻ പോകുന്നത്? ഈ വൈദികൻ ഭാര്യയും മാമോദീസവും കുഞ്ഞുമായിട്ട് അന്നേരം ഒന്നും മേടിച്ചില്ലല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ ചേർന്നത് ആരമ്മനെ. അതായത് വൈദികന്റെ കുഞ്ഞിനെ മാമോദീസ മുക്കിയതിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്നൊരു നന്ദി പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അന്നേരം പൈസ മേടിക്കാല്ലോ. അവരൊക്കെ നല്ല റെസ്പെക്ടഡ് പേഴ്സൺ ആണ്. അതിപ്പം പുറത്ത് വരും. അങ്ങനെ ചെന്നപ്പോ അവിടെ അന്നേരം ഈ വൈദികൻ കൂടെ നിൽക്കുമ്പോഴാണ് ഇയാൾ കയറി പിടിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ഫോൺ വന്നു, അത്യാവശ്യമായ ഒരു ഫോൺ. ഒരു സ്കൂളിന്റെ ചാർജുള്ള ആളാ. ഞാൻ അന്നേരം ഒരു മെട്രാൻ മുമ്പിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്ന് ഇച്ചിരി ദൂരോട്ട് കണ്ണും നട്ട് കയറിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇയാൾക്ക് കാണാമല്ലോ വൈദികന്റെ ചലനങ്ങള്. ഇയാൾ അന്നേരം കയറി കൊച്ചിനെ കയറി പിടിച്ചു. അവരങ്ങനെ നല്ല റെസ്പെക്ടഡ് പേഴ്സൺ ആണ്. വളരെ അവര് കുടുംബാത്തിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അല്ല, അത് ഡോക്യുമെന്റൽ സപ്പോർട്ട് അച്ഛനിലുള്ള സാധനമാണോ ഇത് ഈ പരാതി കൊടുത്തത്? എന്റെ പൊന്നു കുഞ്ഞ്, അവര് പരാതി കൊടുത്തിട്ട് അന്ന് ഞാൻ പ്രോസസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിട്ട് എനിക്ക് എന്റെ ഒരു കോപ്പി തന്നു. അത് എനിക്കും തന്നൂന്ന് മാത്രമേ ഉള്ളൂ. അത് എന്റെ കൊടുക്കേണ്ട കേസ് വരുമ്പോ ഞാൻ അത് സാക്ഷിച്ചില്ല. പക്ഷെ ഇത് പൗലോസിദ്ദീനാണോ ഇത് മുക്കിയത് എന്നിട്ട് കേസ്? അല്ലല്ല. ഇയാളെ മാറ്റി നിർത്താനായിട്ട് സിനഡ് കൂടുന്നതിന്റെ അന്നായിരുന്നു പുള്ളിക്ക് ബോർഡ് വന്നത്. ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ സിനഡ് വിളിച്ചു കൂട്ടി. ആ സിനഡിലാണ് അപ്പോഴത്തേനും ബോർഡ് വന്ന് ആശുപത്രി പോകുന്നത്. അല്ലെങ്കിൽ അന്ന് ഇയാളെ പുറത്തു കളഞ്ഞത്. ഇതെല്ലാവർക്കും അറിയാം. അത് വിടും. പക്ഷെ ഇതൊരു ഗൗരവകരമായ കാര്യമാണല്ലോ ഈ സ്വവർഗത്തിന്റെ. അത് വിചാരിച്ചു. കാരണം അതറിയട്ടെ. ഞാൻ പറഞ്ഞു പിന്നെ മനസ്സിലായി. ഇപ്പൊ തന്നെ നിക്കോഡിമോസിന്റെ നിങ്ങളൊരു വാർത്ത ഇപ്പൊ രാവിലെ പഴയ തുറന്നെടുത്ത് വീണ്ടും വിട്ടല്ലോ. ഏതായാലും വാഴക്കുന്ന് ഇറങ്ങിയിരിക്കുകയല്ല. വാഴക്കുന്നിന് മട്ടായിയായിട്ട് തെറ്റി വാഴയെടുത്ത്. അപ്പം ഇത് കലങ്ങിയെ പോവോ? ഈ നിക്കോദിമോസ് ഏതോ സ്ത്രീകളുമായിട്ട് സല്ലപിക്കുന്ന വോയിസ് ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ട് വാഴക്കുന്നത്തിലയില്. അതെല്ലാം ഇപ്പൊ ഇറങ്ങുമല്ലോ. വെയിറ്റ്. അവൻ ആംബിയറുള്ളവനാണ് വാഴക്കുന്ന്. അവനൊരു കോളേജ് പ്രൊഫസറാണ്, വ്യക്തിത്വമുള്ളവനാണ്. പക്ഷേ ഇവിടെ സിനഡ് വിളിച്ചു കൂട്ടുന്നവൻ സ്വവർഗമാണ്. അതാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അവിടെ കൈകാര്യം ചെയ്യേണ്ടത് ഇയാളിതിന് മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ച സുനില് ഇത്രയും നാളായിട്ട് പുറത്തു വിട്ടത് ഇതാരെങ്കിലും പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കോള് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വ്യക്തിഗതി ചെയ്തോ? തിരുവനന്തപുരം മെത്രാന്റെ കൊല്ലൂട്ടുകാരനാണ് കുട്ടപ്പൻ എന്നുള്ള വേറെ ഇന്നലെ വൈകിട്ട് അവൻ പുറത്തു വിട്ടല്ല ഗബ്രിയലിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുറത്തു വിട്ടു. അപ്പൊ ഇയാളാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്നുള്ളവരെ ഇപ്പൊ പുറത്തായല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ഈ 12ാം തീയതി വിളിക്കുന്ന സിനഡില് വാഴക്കുന്നതിനും ഷെൽജു അപ്പയമിന്റെ വിഷയത്തിൽ അപ്പറയും ഇന്നലെ ഒരു സംഭവം പുറത്തു വിട്ടല്ലോ. വിട്ടത് റോങ് ആണ്. അപ്പൊ മോനെ, സത്യം എന്ന് പറഞ്ഞത് പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ച സത്യത്തെ മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. അന്നേരം ഇപ്പൊ സത്യം പറഞ്ഞാൽ അച്ഛൻ അറിയാവുന്ന ആ ഡോക്യുമെന്റൽ എവിഡൻസ് ഉള്ള ആ സാധനമല്ലേ എന്നാൽ ഈ സിനഡിന്റെ സെക്രട്ടറിക്കെതിരെ ഇപ്പൊ പുറത്തു വിടേണ്ടത്? അവരത് നിയമപരമായി അഡ്വക്കേറ്റുമാരുമായിട്ട് മൂവ് ചെയ്ത് അതിന് കാലകരണമില്ല. അവരത് മൂവ് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പൊ പൂച്ചം പുറത്തിറങ്ങിയപ്പോ അവരത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഗവൺമെന്റ് നടപടിയാണ്. അതല്ല ഇപ്പം കറക്റ്റ് ആവുന്നേ. അതൊക്കെ അവര് പരാതി മൂവ് ചെയ്തിട്ട് മതിയല്ലോ നമ്മൾ. അവര് ഒരു റെസ്പെക്ടഡ് പേഴ്സണാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് ഈ സ്വവർഗം എന്ന് പറയുന്ന ഈ സംഭവം ഇവന്മാരെല്ലാം രാത്രി പൂച്ചകളാണ്. ഇപ്പൊ നിങ്ങൾ നിക്കോഡിമോസിന്റെ ഇപ്പൊ പുറത്തു വിട്ടാലോ ഇത് തെളിയട്ടല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, എന്റെ മടി കനയില്ലാത്തതുകൊണ്ട് എനിക്ക് നിൽക്കാമല്ലോ. ഇതിനെല്ലാം എതിർക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ.
അതെ അതെ. നിങ്ങൾക്കറിയാലോ, ഇതിനെല്ലാം എതിർക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ അന്നും ഇന്നും. അതാണല്ലോ ഇവിടുത്തെ വിഷയം. പക്ഷെ എതിർക്കാന്ന് പറഞ്ഞാൽ ഈ പമ്മിയിരുന്ന് എതിർത്തിട്ട് എന്താ കാര്യം? ഇത്രയും സോളിഡ് എവിഡൻസ് ഉള്ള സാധനം വെച്ചുകൊണ്ട് അത് ആക്ഷൻ എടുക്കാതെ ഇതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റുമോ? സഭ ശുദ്ധീകരിക്കപ്പെടത്തില്ലേ? അതല്ലേ അച്ഛൻ ചെയ്യേണ്ടത്? മോനെ, നമ്മളായിട്ട് എന്തിനാ അങ്ങനെ കട? അതൊക്കെ ദൈവം സമയത്ത് കൊടുത്തോളൂന്നേ. നിങ്ങൾ സമാധാനപ്പെടും. ഈ മ്ലേച്ഛന്മാർക്ക് ഈ ചെറിയ തെറ്റ് ചെയ്ത വൈദികർക്കെതിരെ എങ്ങനെ നടപടിയെടുക്കാൻ പറ്റും? അതുപോലെ തരകന്റെ വീട്ടിൽ രാത്രി കൂതാശയ്ക്ക് പോയ സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്ന അപ്രേമിന് എങ്ങനെ വിശ്വാസികൾക്കെതിരെ കേസിന് പോകാൻ പറ്റും? ഇവൻ പട്ടി കരയുന്നത് പോലെ 1 മണിക്കൂർ 7 മിനിറ്റ് കാലിൽ പിടിച്ച് കരയുന്നത് പുറത്തു വന്നാൽ അന്ന് ഇവൻ്റെ കുപ്പായം ഊരിക്കാൻ സഭയ്ക്ക് ധൈര്യമുണ്ടോ? ഇവന്മാർ സഭാ നേതൃത്വമല്ല, ആഭാസന്മാരുടെ കർക്ക് കമ്പനിയാണെന്ന് മനസ്സിലാക്കി ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസികളുടെ നേതൃത്വത്തിൽ സഭാസ്ഥാനത്ത് ഉപവാസ പ്രാർത്ഥനയജ്ഞം നടത്തിയിരുന്നു. അതുപോലെ നാളെ വെള്ളിയാഴ്ച സിനഡ് നടക്കുമ്പോൾ ഇവന്മാർക്ക് വെളിവ് വരുവാൻ വേണ്ടി സഭാസ്ഥാനത്ത് ഓർത്തഡോക്സ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സൂചനാ സത്യാഗ്രഹം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. സഭയിലെ ആഭാസന്മാരെയെല്ലാം വിരട്ടിയാണ് മത്തായി മൂന്നാമൻ എന്ന പൈശാചികൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക എന്ന പദവിയിലെത്തിയത്. അന്നു മുതൽ ഈ സഭയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. അതുപോലെ എന്നെ പലതവണ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും തെറിവിളിപ്പിക്കുന്നതുമെല്ലാം ഇദ്ദേഹമാണെന്ന തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.